ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അത് മറ്റൊന്നിനെ കുറിച്ചല്ല, അഡോബി പ്രീമിയർ പ്രോനെ കുറിച്ചാണ്. അതായത് ബിഗിനേഴ്സിനായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു പ്രീമിയർ പ്രോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അഡ്വാൻസ്ഡ് ടൈം ലൈൻ ബേസ്ഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഇതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ വീഡിയോ പ്രൊഫഷണൽ ആയിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ 2003 ആദ്യമായിട്ട് ഈ ഒരു അഡോബി പ്രീമിയർ പ്രോ ലോഞ്ച് ആയിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിൽ വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അഡോബി പ്രീമിയർ പ്രോ CC 2020 അതുപോലെ നമുക്ക് ഈ പ്രീമിയർ പ്രോവിനെ കുറിച്ച് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടർച്ചയായിട്ട് വരുന്ന വീഡിയോസ് കൂടി കാണുക. എങ്കിൽ മാത്രമേ ഈ ഒരു പ്രീമിയർ പ്രോയെ കുറിച്ച് ഫുൾ ആയിട്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയറിനെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അഡോബി പ്രീമിയർ പ്രോ CC 2020 ഓപ്പൺ ചെയ്യാം. ഇവിടെ പ്രീമിയർ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രീമിയർ പ്രോ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഹോം സ്ക്രീനിനകത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇവിടെ റീസെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് ഫയലുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഞാൻ മുൻപ് ചെയ്തിട്ടുള്ള ഒരു അൺടൈറ്റിൽഡ് പ്രൊജക്റ്റാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിനകത്ത് ന്യൂ പ്രൊജക്റ്റ്, ഓപ്പൺ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകൾ കാണാം. ഈ ഒരു ഓപ്പൺ പ്രൊജക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രീമിയർ പ്രോ വർക്കുകളെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ന്യൂ പ്രൊജക്റ്റ് ടാബ് സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഫയലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെയും കാണാവുന്നതാണ്. ഈ ന്യൂ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ന്യൂ പ്രൊജക്റ്റ് ഉണ്ട്. ഈ ഒരു ന്യൂ പ്രൊജക്റ്റിൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്ന Ctrl+Alt+N ആണ്. അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ പ്രൊജക്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മറ്റ് പല ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു ന്യൂ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ന്യൂ പ്രൊജക്റ്റ് ടാബ് സെലക്ട് ചെയ്യാം. ഇനി വന്നിട്ടുള്ള ഈ ഒരു ഡയലോഗ് ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നെയിമാണ്. നമ്മൾ എന്ത് ടൈപ്പ് വർക്കാണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു വർക്കിൻ്റെ നെയിം നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ട്യൂട്ടോറിയൽ 1 എന്നാണ് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഇവിടെ നെയിം ട്യൂട്ടോറിയൽ 1 എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് കാണിക്കുന്നത് ലൊക്കേഷനാണ്. അതായത് നമുക്ക് ഏത് ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു വർക്ക് സേവ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഒരു ലൊക്കേഷൻ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്ത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രൗസിൽ പോകാവുന്നതാണ്. ഈ ഒരു ബ്രൗസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോൾഡറാണോ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ന്യൂ ഫോൾഡറിന് നമുക്ക് നെയിം കൊടുക്കാം. ഞാനിവിടെ പ്രീമിയർ ട്യൂട്ടോറിയൽ എന്നാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ സെലക്ട് ഫോൾഡർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ പാത്ത് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോൾഡറിനകത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിനെ സേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന ഈ ഒരു ഓപ്ഷൻസ് എല്ലാം ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഇവിടെ ക്യാപ്ചർ ഫോർമാറ്റ് വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് DVയും അതുപോലെ തന്നെ HDVയും കാണാം. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് HDV ആണ്. കാരണം നമ്മളിപ്പോൾ കൂടുതലായിട്ടും HD ഫോർമാറ്റിലുള്ള വീഡിയോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ന്യൂ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അഡോബി പ്രീമിയർ പ്രോ CC 2020 മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ ഈ ഒരു വർക്ക് സ്പേസിനെ പല പാനലുകളായിട്ട് തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു പാനലാണ് സോഴ്സ് മോണിറ്റർ. ഈ ഒരു സോഴ്സ് മോണിറ്റർ എന്താണെന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതുപോലെ രണ്ടാമതായിട്ട് വരുന്ന പ്രൊജക്ട് പാനലാണ്. അതിനടുത്തായിട്ട് വരുന്ന ടൂൾസ് പാനൽ. ഈ ഒരു ടൂൾസ് പാനലിന് അടുത്തായിട്ട് ടൈം ലൈൻ വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ആയിട്ട് വരുന്ന പ്രോഗ്രാം മോണിറ്ററാണ്. അപ്പോൾ ഈ ഓരോ പാനൽസും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വർക്ക് സ്പേസ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക. ഈ ഓരോ പാനൽസും ചിലപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വർക്ക് സ്പേസ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലേണിംഗ്, അസംബ്ലി, എഡിറ്റിംഗ്, കളർ, എഫക്ട്സ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വർക്ക് സ്പേസ് എഡിറ്റിംഗ് ആണ്. അതായത് നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് സ്പേസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഈ ഒരു വർക്ക് സ്പേസിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു കളർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കളർ കറക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ വരുന്നതാണ്. നമ്മൾ എന്ത് ടൈപ്പ് വർക്കാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു വർക്കിന് അനുബന്ധമായിട്ടുള്ള എല്ലാ ഓപ്ഷൻസുകളും ഈ ഒരു വർക്ക് സ്പേസിനകത്ത് ഉണ്ടാവുന്നതാണ്. നമുക്കിവിടെ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് സ്പേസിനകത്ത് ഓഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഓഡിയോനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസുകളും ഈ ഒരു വർക്ക് സ്പേസിനകത്ത് വരുന്നതാണ്.
അപ്പോൾ ഈ ഒരു വർക്ക് സ്പേസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ഒരു വർക്ക് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ പോകാവുന്നതാണ്. ഈ ഒരു വിൻഡോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആദ്യത്തെ ഓപ്ഷനായിട്ട് വർക്ക് സ്പേസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വർക്ക് സ്പേസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എഡിറ്റിംഗ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വർക്ക് സ്പേസ് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി. ആദ്യത്തെ ഈ ഒരു പാനൽ സോഴ്സ് മോണിറ്ററാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോഴ്സ് മോണിറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ടൈപ്പ് വർക്കാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള ഫയൽസ്, അതായത് ഓഡിയോ, ഇമേജ്, വീഡിയോ ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന താഴെയുള്ള പ്രൊജക്റ്റ് പാനലിനകത്തേക്കാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു വീഡിയോയെ ഈ ഒരു സോഴ്സ് മോണിറ്ററിനകത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പോർഷൻസ് നമ്മൾ ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു വീഡിയോയുടെ ഏത് പോർഷൻ മുതൽ ഏത് പോർഷൻ വരെയാണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഈ ഒരു സോഴ്സ് മോണിറ്ററിനകത്താണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സോഴ്സ് മോണിറ്ററിനെ കുറിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്തായിട്ട് വരുന്ന പ്രൊജക്ട് പാനലാണ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഈ ഒരു പ്രൊജക്ട് പാനലിനകത്തേക്കാണ് നമുക്ക് വർക്കിന് ആവശ്യമായിട്ടുള്ള ഫയൽസുകളെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതായത് വീഡിയോസും അതുപോലെ തന്നെ ഓഡിയോസും ഇമേജൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പ്രൊജക്ട് പാനലിനകത്തേക്കാണ്. ഇവിടേക്ക് നമുക്ക് ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഫയലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇമ്പോർട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇമ്പോർട്ടിൻ്റെ ഷോർട്ട് കീ ആയിട്ട് വരുന്ന Ctrl+I ആണ്. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ട് പാനലിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇവിടേക്ക് ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓഡിയോസ്, ഇമേജസ് ഒക്കെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ടൈം ലൈനെ കുറിച്ചാണ്. അതിന് മുൻപായിട്ട് ടൂൾസ് പാനൽ വരുന്നുണ്ട്. ഈ ഒരു ടൂൾസ് പാനലിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ടൈം ലൈൻ ഇവിടെ ആക്റ്റീവ് അല്ല. അപ്പോൾ ഈ ഒരു ടൈം ലൈൻ അഥവാ സീക്വൻസ് എന്താണെന്നും എങ്ങനെയാണ് ഈ ഒരു ടൈം ലൈൻ ഇവിടെ ആക്റ്റീവ് ആക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ ഒരു ടൈം ലൈൻ എന്താണെന്ന് നോക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഒരു ഫ്ലെയർ ഡിസൈനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കാർഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റിനകത്ത് നമുക്ക് ആ ഒരു ചെയ്യാൻ പോകുന്ന വർക്കിന് ആവശ്യമായിട്ടുള്ള വിഡ്ത്ത്, അതുപോലെ ഹൈറ്റ്, റെസൊല്യൂഷനും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ എന്ത് ടൈപ്പ് എഡിറ്റിംഗ് ആണോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള ഫ്രെയിം സൈസ്, ഫ്രെയിം റേറ്റ്, അതുപോലെ തന്നെ ഓഡിയോ സാമ്പിൾ റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് ഒരു ടൈം ലൈൻ അഥവാ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടൈം ലൈനിലേക്ക് വീഡിയോ കൊണ്ടുവന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ലൈൻ അഥവാ സീക്വൻസ് നമുക്ക് രണ്ട് തരത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോനെ നമുക്ക് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ടൈം ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈം ലൈൻ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പ്രോഗ്രാം മോണിറ്ററിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോയുടെ ഫ്രെയിം വിഡ്ത്തും അതുപോലെ ഫ്രെയിം ഹൈറ്റൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ന്യൂ ടൈം ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ടൈം ലൈൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷേ നമ്മൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്കൊരു ന്യൂ ടൈം ലൈൻ അഥവാ സീക്വൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഒരു സീക്വൻസ് നമുക്ക് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ന്യൂ ഐറ്റമിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീക്വൻസ് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഫയലിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ന്യൂ ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് സീക്വൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം ഓപ്ഷൻ തന്നെ ഈ ഒരു പ്രീമിയറിനകത്ത് പല ഭാഗത്തായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സീക്വൻസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ഷോർട്ട് കീ ആയിട്ട് വരുന്ന Ctrl+N ആണ്. ഇവിടെ ഇപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ ഒരു ഡയലോഗ് ബോക്സിനകത്ത് സീക്വൻസിൻ്റെ ഒരുപാട് പ്രീസെറ്റുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് പ്രീമിയർ തരുന്ന പ്രീസെറ്റ്സുകളാണ്. നമ്മൾ ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്കുകൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആയിരിക്കും ഇവിടുന്ന് ചൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ചിലപ്പോൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആൽബം ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം എഡിറ്റിംഗോ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോസിൻ്റെ ഫ്രെയിം റേറ്റും അതുപോലെ തന്നെ റെസൊല്യൂഷനൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസുകളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് വർക്കാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു വർക്കിന് ആപ്റ്റായിട്ടുള്ള പ്രീസെറ്റ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ മുൻപ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോൾഡറിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ഇവിടെ ഈ പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോകാം. അതിനുശേഷം നമുക്കിവിടെ ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ ഡീറ്റെയിൽസിനകത്ത് ഫ്രെയിം വിഡ്ത്ത് നോക്കുന്ന സമയത്ത് 1920 അതുപോലെ തന്നെ ഫ്രെയിം ഹൈറ്റ് വരുന്നത് 1080 ആണ്. ഇതൊരു HD വീഡിയോ ആണ്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിം റേറ്റ് വരുന്നത് 23.98 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വീഡിയോയുടെ ഡീറ്റെയിൽസ് ഇതുപോലെ പ്രോപ്പർട്ടീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഓഡിയോ സാമ്പിൾ റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഫ്രെയിം വിഡ്ത്തും അതുപോലെ ഫ്രെയിം ഹൈറ്റൊക്കെ ഉള്ള ഒരു സീക്വൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഞാനിതിനെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസിൽ നോക്കിയിട്ടുള്ള ആ ഒരു ഫ്രെയിം വിഡ്ത്ത് വരുന്ന 1920 അതുപോലെ ഫ്രെയിം ഹൈറ്റ് 1080 വരുന്ന ഒരു പ്രീസെറ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഞാനിവിടെ റെഡ് R3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീസെറ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ 1080p കാണാം. ഇതിൽ ആദ്യം വരുന്ന ആ ഒരു പ്രീസെറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രീസെറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനകത്ത് ഈ ഒരു പ്രീസെറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ മുൻപ് കണ്ടുള്ള ഒരു ഫ്രെയിം റേറ്റ് നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിം സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അതുപോലെ നമുക്ക് ഓഡിയോയുടെ സാമ്പിൾ റേറ്റ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമുക്കിത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീഡിയോയ്ക്ക് ആപ്റ്റ് ആകുന്ന തരത്തിലുള്ള സെറ്റിംഗ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിത് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സീക്വൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോൾഡറിൽ ചെന്നതിന് ശേഷം ഇവിടുന്ന് വീഡിയോ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് ഇടാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ പ്രൊജക്റ്റ് വിൻഡോയിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സോഴ്സ് മോണിറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സോഴ്സ് മോണിറ്ററിനകത്തേക്ക് ഈ ഒരു വീഡിയോ വരാനായിട്ട് നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സോഴ്സ് മോണിറ്ററിനകത്ത് വീഡിയോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ പ്ലേ ചെയ്യാം. ഇതിന് ഷോർട്ട് കീ വരുന്ന സ്പേസ് ആണ്. അതുപോലെ നമ്മുടെ കീബോർഡിലുള്ള L പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ പ്ലേ ആവുന്നതാണ്. അപ്പോൾ ഈ ഷോർട്ട് കീസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഞാനിവിടെ L പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ L പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വീഡിയോ പ്ലേ ആവുന്ന നിങ്ങൾക്ക് കാണാം. ഞാൻ വീണ്ടും L പ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒന്നുകൂടി L പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പ്ലേ ആവുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം L പ്രസ് ചെയ്യുന്ന സമയത്തും ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ ഞാനിവിടെ സ്പേസ് പ്രസ് ചെയ്തുകൊണ്ട് വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ K പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇവിടെ പോസ് ആവുന്നതാണ്. അതുപോലെ ഞാനിവിടെ J പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ റിവേഴ്സ് ആയിട്ട് പ്ലേ ആവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാർട്ടിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ ഒരു സോഴ്സ് മോണിറ്ററിൻ്റെ താഴെയായിട്ട് കുറേ ബട്ടണുകൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു സോഴ്സ് മോണിറ്ററിനെ കുറിച്ചും ടൂൾസ് പാനലിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു പാനൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു വീഡിയോ ടൈം ലൈനിൽ ആഡ് ചെയ്തതിന് ശേഷം ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ കമൻസുകളും രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക.